ഏറ്റവും സ്റ്റൈലിഷും പ്രാക്ടിക്കലും ആയിട്ടുള്ള ഇലക്ട്രിക് SUV MG ZS EV. ലെറ്റ്സ് ഗോ ഫോർ എ ക്വിക്ക് വാക്ക് അറൗണ്ട്. Hi guys, welcome back to Subby Stills. Hope you all are doing well. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് MG ZS EVയുടെ വിശേഷങ്ങളുമായിട്ടാണ്. ഫ്രണ്ട് ലുക്കിലോട്ട് വരുമ്പോൾ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഈ ക്ലോസ്ഡ് ആയിട്ടുള്ള ഗ്രിൽ ഡിസൈൻ ആണ്. ഈ ടൈപ്പ് ഗ്രിൽ സൂചിപ്പിക്കുന്നത് ഇത് EV നേച്ചർ ആണെന്നുള്ളതാണ്. MG ലോഗോ, ലെഫ്റ്റിൽ ചാർജിംഗ് പോർട്ട്, പിന്നെ ഒരു ഹോക്കൈ പോലെയുള്ള ഹെഡ് ലാമ്പ് ആണ് MG ഓഫർ ചെയ്തിട്ടുള്ളത്. ഇത് നല്ല ഷാർപ്പ് ആൻഡ് അഗ്രസീവ് ലുക്ക് ഈ വാഹനത്തിന് കൊടുക്കുന്നുണ്ട്. സ്ലീക്ക് ആയിട്ടുള്ള ഡേ ടൈം റണ്ണിംഗ് ലാമ്പ് ഡ്യുവൽ ഫംഗ്ഷൻ ആണ്, ഇൻഡിക്കേറ്റർ ആയിട്ടും പെർഫോം ചെയ്യും. ഏറ്റവും താഴെ സ്പോർട്ടി ബമ്പർ കാണാം വിത്ത് ബ്ലാക്ക് ഇൻസേർട്സ്. അതിന്റെ താഴെ സിൽവർ കളറിൽ സ്കിഡ് പ്ലേറ്റും കാണാൻ പറ്റും. ഗ്രൗണ്ട് ക്ലിയറൻസ് 177 mm ആണ്. ബോണറ്റിലൊക്കെ ഷാർപ്പ് എഡ്ജസ് കാണാൻ പറ്റും. സൈഡ് പ്രൊഫൈലിലോട്ട് വരുമ്പോൾ സ്മൂത്ത് ക്യാരക്ടർ ലൈന് കാണാം. ബോഡി കളർ സ്ലീക്ക് ORVM കാണാം വിത്ത് ടേൺ ഇൻഡിക്കേറ്റർ. വീൽ പ്രൊഫൈലിലോട്ട് വരുമ്പോൾ 17 ഇഞ്ച് സിൽവർ അലോയ് വീലാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. 4 ഡിസ്ക് ബ്രേക്സിലാണ് MG ഓഫർ ചെയ്തിട്ടുള്ളത്. വീൽ പ്രൊഫൈൽ വരുന്നത് 215, 55, R17 ആണ്. MG ലോഗോ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഡോർ ഹാൻഡിൽ വന്നിട്ടുള്ളത് ഈ ഒരു മോഡലിലാണ്. ഡ്യുവൽ കളർ ആണ്, സിൽവർ ആൻഡ് ബോഡി കളർ ആണ്. റിക്വൽ സെൻസർ വന്നിട്ടുണ്ട് ഡ്രൈവർ ആൻഡ് കോ പാസഞ്ചർ സൈഡിൽ. റണ്ണിംഗ് ബോർഡിലും സിൽവർ ഫിനിഷ് ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഓവറോൾ ലെങ്ത് വരുന്നത് 4.3 മീറ്റർ ആണ്. വിഡ്ത്ത് 1.8, ഹൈറ്റ് 1.6 മീറ്റർ ആണ്. വീൽ ബേസ് വരുന്നത് 2585 mm ആണ്. ZS EV ബാഡ്ജിങ് നമുക്കിവിടെ കാണാൻ പറ്റും. അതൊരു ബ്ലൂ കളറിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആംഗുലർ LED ടെയിൽ ലാമ്പ് ആണ്. അതിന് ചുറ്റും റിഫ്ലക്റ്റീവ് സ്ട്രിപ്സും അപ്ലൈ ചെയ്തിട്ടുണ്ട്. നല്ല മോഡേൺ ലുക്കിൽ ഇൻഡിക്കേറ്ററും റിവേഴ്സ് ലാമ്പും ഇവിടെ കാണാൻ പറ്റും. റിഫ്ലക്ടർ യൂണിറ്റിന്റെ ഒരു ഭാഗം ഇവിടെ ക്രമീകരിച്ചിട്ട് കാണാം. പിയാനോ ബ്ലാക്ക് ഫിനിഷിന്റെ ഒരു എലമെന്റും കൂടെ തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. 3 റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ് കാണാം. റിവേഴ്സ് പാർക്കിംഗ് ക്യാമറയും ഇവിടെ വന്നിട്ടുണ്ട്. ലോവർ ബമ്പറിലൊക്കെ ബ്ലാക്ക് ഇൻസേർട്സ് ഇവിടെ കാണാൻ പറ്റും. സിൽവർ കളറിൽ സ്കിഡ് പ്ലേറ്റും വന്നിട്ടുണ്ട്. ബൂട്ട് സ്പേസ് ഒന്ന് ചെക്ക് ചെയ്യാം. സാധാരണ കാണുന്ന വാഹനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് MG ലോഗോ ഫ്ലിപ്പ് ചെയ്യാണ് വേണ്ടത്. 488 ലിറ്റർ സൈസിൽ മാസീവ് ബൂട്ട് സ്പേസ് ആണ് MG ഓഫർ ചെയ്തിട്ടുള്ളത്. എന്നിട്ടും പോരാന്നാണെങ്കിൽ 60-40 സീറ്റ് സ്പ്ലിറ്റും അവൈലബിൾ ആണ്. ലഗേജ് റൂം ലാമ്പ് ഇവിടെ ഹാലോജനിൽ നൽകിയിട്ടുണ്ട്. കൂടാതെ ചാർജിങ് കേബിളും ടൂൾ കിറ്റും കാണാൻ പറ്റും. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലഗേജ് റൂമാണ് MG ഓഫർ ചെയ്തിട്ടുള്ളത്. ZSന്റെ റിയർ പ്രൊഫൈൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നല്ല റോഡ് പ്രസൻസും ക്ലീൻ ലുക്കും ആണ് കിട്ടുന്നത്. നെക്സ്റ്റ് റിയർ സീറ്റ് കംഫർട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. EV ആയതുകൊണ്ട് തന്നെ കുറച്ച് ഹൈറ്റിലാണ് സിറ്റിംഗ് പൊസിഷൻ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു കട്ടിംഗ് ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സ്പേഷ്യസ് ആണ്. രണ്ട് സൈഡിലും ഗ്രാബ് ഹാൻഡിൽ കാണാൻ പറ്റും. ഇനി ഒന്ന് ഫ്രണ്ട് ക്യാബിൻ ചെക്ക് ചെയ്യാം. റിയറിൽ കണ്ട സെയിം വിൻഡോ പാനലാണ് ഫ്രണ്ടിലും ഉള്ളത്. അഡീഷണൽ ആയിട്ട് ലോക്ക് അൺലോക്ക് ഇവിടെ പൊസിഷൻ ചെയ്തിട്ട് കാണാം. ഓൾ പവർ വിൻഡോസ് ആണ്. ഇവിടെ റെഡ് സ്റ്റിച്ചിങ്ങും സോഫ്റ്റ് ടച്ചും കൊടുത്തിട്ടുണ്ട്. ഇവിടെയും നമുക്ക് സോഫ്റ്റ് ടച്ചിന്റെ ഭാഗം കാണാൻ പറ്റും. നല്ല വൈഡ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ നൽകിയിട്ടുണ്ട്. ബോട്ടിൽ ഹോൾഡറും ചെറിയ സ്റ്റോറേജ് സ്പേസും കാണാം. സ്പീക്കർ യൂണിറ്റിന്റെ ഒരു ഭാഗവും നൽകിയിട്ടുണ്ട്. മാനുവൽ ഹൈറ്റ് അഡ്ജസ്റ്റബിളിലാണ് സീറ്റ് ഇവിടെ കാണാൻ പറ്റുന്നത്. ബ്ലാക്ക് കളറിൽ 2 സ്പോക്ക് മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് വീലാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. MG ലോഗോ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ സിൽവർ ഫിനിഷിംഗിന്റെ ഭാഗം കാണാം. ബ്ലാക്ക് പിയാനോ ഫിനിഷും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റിൽ ഇൻഫോർടൈൻമെന്റ് കൺട്രോൾ, റൈറ്റിലാണ് MID കൺട്രോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ലെഫ്റ്റ് സ്റ്റോക്ക് ഹെഡ് ലാമ്പ് കൺട്രോളും റൈറ്റ് ഫോർ വൈപ്പർ കൺട്രോളും ആണ്. ലെഫ്റ്റ് സ്റ്റോക്കിന്റെ താഴെ ക്രൂയിസ് കൺട്രോൾ ആക്റ്റീവ് ചെയ്യേണ്ട ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീല് വന്നിട്ടുള്ളത് ടിൽറ്റ് ഓപ്ഷൻസോട് കൂടിയിട്ടാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള AC വെന്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. ബെൻസിലൊക്കെ കണ്ട പോലെയുള്ള ഡിസൈനാണ് നമുക്ക് MG ZSലും കാണാൻ പറ്റുന്നത്. ഇനി നോബ് കൊടുത്തിട്ടുള്ളത് പവറിന്റെ ത്രോ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് പിയാനോ ബ്ലാക്ക് കളറിലാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇതിന് ചുറ്റും സിൽവർ റിംഗ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ റെഡ് സ്റ്റിച്ചിങ് കാണാം. ഇവിടെ സോഫ്റ്റ് ടച്ച് കൊടുത്തിട്ടുണ്ട്. RVM കൺട്രോൾ, ഹെഡ് ലാമ്പ് ലെവലർ ഇവിടെ പൊസിഷൻ ചെയ്തിട്ട് കാണാം. ഫുഡ് ലിവർ ഇതിന്റെ താഴെ കൊടുത്തിട്ടുണ്ട്. നല്ല പ്രീമിയം ലുക്കിൽ ഇവിടെ AC വെന്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. അതിന് ചുറ്റും ക്രോം എലമെന്റും അപ്ലൈ ചെയ്തിട്ട് കാണാം. ഹസാർഡ് സ്വിച്ചിന്റെ ബട്ടൺ ഇവിടെയാണ് പൊസിഷൻ ചെയ്തിട്ടുള്ളത്. താഴോട്ടേക്ക് വരുമ്പോൾ ACന്റെ കൺട്രോൾസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ കുറച്ച് ബട്ടൺസ് കാണാൻ പറ്റും. 3 ഡ്രൈവിംഗ് മോഡ്സ് ആണ് വന്നിട്ടുള്ളത്. ഇക്കോ, നോർമൽ, സ്പോർട്ട്. പിന്നെ കേഴ്സ് മോഡ് ആക്ടിവേറ്റ് ചെയ്താൽ റീജനറേഷൻ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ബാറ്ററി മോഡിൽ പോയാൽ ബാറ്ററി പെർസെൻറ്റേജ് നമുക്ക് ചെക്ക് ചെയ്യാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓട്ടോ ഗിയർ ബോക്സ് കാണാം. ഇത് പ്രസ് ചെയ്താൽ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ആക്റ്റീവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് നല്ല പ്രീമിയം ടച്ചിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഫോൺ സ്റ്റോറേജിന്റെ ഒരു സ്പേസ് കാണാം. ഇവിടെ 2 ബട്ടൺസ് കാണാം. ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, ഓട്ടോ ലോക്ക്. കവറിങ്ങോട് കൂടിയിട്ടാണ് കപ്പ് ഹോൾഡർ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇതും ഒരു പ്രീമിയം ടച്ച് നമുക്ക് തോന്നിക്കുന്നുണ്ട്. 2 കപ്പ് ഹോൾഡർ കാണാൻ പറ്റും. ഫിക്സഡ് ആയിട്ടുള്ള ആംബ്രസ്റ്റ് ആണ്. ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട്. കൂടെ റെഡ് സ്റ്റിച്ചിങ്ങും അപ്ലൈ ചെയ്തിട്ട് കാണാം.
ഫുള്ളി ബ്ലാക്ക് തീമിലാണ് നമുക്ക് ഡാഷ്ബോർഡ് ഇവിടെ കാണാൻ പറ്റുന്നത്. 10.1 ഇഞ്ച് സൈസിലാണ് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം സ്റ്റാർട്ട് ആയിട്ടുള്ളത്. ആൻഡ്രോയിഡ് ഓട്ടോ ആൻഡ് ആപ്പിൾ കാർപ്ലേ അവൈലബിൾ ആണ്. വയർലെസ് അല്ല, വയർഡ് ആണ്. അതിന്റെ കേബിൾ ഇവിടെയാണ് കണക്ട് ചെയ്യേണ്ടത്. കൺട്രോൾ കാർ ഫംഗ്ഷൻ, ഡിജിറ്റൽ കീ വിത്ത് കീ ഷെയറിംഗ്, ലൈവ് ലൊക്കേഷൻ ട്രാക്കിംഗ് ആൻഡ് ഷെയറിംഗ്, പിന്നെ 30+ വോയിസ് കമാൻഡ്സും പിന്നെ ജിയോ 7 ഇൻബിൽറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ബ്രോഡ് വേരിയൻസ് വരുന്നത് എക്സിക്യൂട്ടീവ്, എക്സൈറ്റ് പ്രോ, എക്സ്ക്ലൂസീവ് പ്ലസ് ആൻഡ് എസെൻസ് ആണ്. 2.5 എയർ പ്യൂരിഫയിങ് ഫിൽറ്റർ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ക്യാബിനുള്ളിൽ എപ്പോഴും നല്ല ഫ്രഷ് എയറും അവൈലബിൾ ആയിട്ടുണ്ടാവും. പിന്നെ അതിന്റെ ലെവൽ നമുക്ക് ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. പിന്നെ ഇവിടെ EV മോഡിൽ പോയാൽ ബാറ്ററി പെർസെൻറ്റേജ് കാണിക്കും. പിന്നെ 3 ഡ്രൈവിംഗ് മോഡ്സ് ആണ് വന്നിട്ടുള്ളത്. ഇക്കോ, നോർമൽ, സ്പോർട്ട്. മോഡ്സ് ചേഞ്ച് ആകുന്നതിനനുസരിച്ച് കിലോമീറ്ററും വേരിയേഷൻസ് ഉണ്ടാകും. പിന്നെ ഫോളോ മീ ഹെഡ് ലാമ്പും ഈ വാഹനത്തിൽ അവൈലബിൾ ആണ്. ഇത് 3 ഓപ്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്: 30 സെക്കൻഡ്, 60 സെക്കൻഡ്, 90 സെക്കൻഡ്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ കുറച്ച് കൺട്രോൾസ് നമുക്ക് ഇവിടെ നിന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. കറന്റ് ജേർണി, കറന്റ് എത്ര വോൾട്ട് ആണ്, ബാറ്ററി സ്റ്റേറ്റസ്, അക്യുമുലേറ്റഡ് ടോട്ടൽ, പിന്നെ എത്ര ആവറേജ് സ്പീഡ്, TPMS, ബ്രൈറ്റ്നസ്സും നമുക്ക് ഇവിടെ നിന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. സെൻട്രൽ ടണൽ നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് പ്രീമിയം ലുക്കിലാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. കോ പാസഞ്ചറിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഹാൻഡിലും നൽകിയിട്ടുണ്ട്. നല്ല പ്രീമിയം സ്പേഷ്യസ് ക്യാബിനുമാണ് ZSനുള്ളത്. ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും നമുക്ക് ബേസ് വേരിയന്റ് ആണെന്ന് മനസ്സിലാകാത്തക്ക വിധത്തിലാണ് ഇതിന്റെ ഇന്റീരിയറും ഫീച്ചേഴ്സും ഒക്കെ കാണാൻ പറ്റുന്നത്. യൂസ് ചെയ്തിട്ടുള്ളത് മാക്സിമം ഹോഴ്സ് പവർ 176 PS പവറും മാക്സിമം ടോർക്ക് 280 Nm ആണ്. ബാറ്ററി കപ്പാസിറ്റി 50 kW വരുന്നത്. ഇനി ചാർജിങ് ടൈമിലോട്ട് വരുമ്പോൾ 7.4 kW ചാർജറാണ് ഇപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 0 to 80% വരെയൊക്കെ ചാർജ് ആവാൻ വേണ്ടിയിട്ട് 8.5 hours to 9 hours ആണ് വരുന്നത്. ഇനി 50 kW ചാർജറാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 0 to 80% വരെയൊക്കെ ചാർജ് ആവാൻ വേണ്ടിയിട്ട് ഓൺലി 60 minutes ആണ് വരുന്നത്. സിംഗിൾ ചാർജിങ്ങിൽ റേഞ്ച് ക്ലെയിം ചെയ്യുന്നത് 461 km ആണ്. ട്രാൻസ്മിഷൻ വരുന്നത് ഓൺലി ഓട്ടോമാറ്റിക്കലാണ്. പിന്നെ അഷ്വർഡ് ബൈബാക്ക് പ്ലാനും അവൈലബിൾ ആണ്. മീൻസ് 3 year അല്ലെങ്കിൽ 1,60,000 കിലോമീറ്ററിന് ശേഷം നിങ്ങൾക്ക് വണ്ടി MGക്ക് തന്നെ റീസെയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. വാറന്റി വരുന്നത് 3 year അല്ലെങ്കിൽ അൺലിമിറ്റഡ് കിലോമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും അപ് ടു 2 years വരെ. പിന്നെ ബാറ്ററിക്ക് 8 years അല്ലെങ്കിൽ 1,60,000 കിലോമീറ്ററോ ആണ് ക്ലെയിം ചെയ്യുന്നത്. ഇതാണ് MG ZSന്റെ കീ. ലോക്ക് അൺലോക്ക് ടെയിൽ ലാമ്പ് ബട്ടണും അവൈലബിൾ ആണ്. പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ആവുന്നത് 17.99 lakhs ആണ് എക്സ് ഷോറൂം. ടോപ്പിലോട്ട് പോകുമ്പോൾ 20.49 lakhs ആണ് എക്സ് ഷോറൂം വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് MG ZSന്റെ ഫീച്ചേഴ്സിൽ വരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.